ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ 8 മണിയാകുമ്പം ഹനോയിലെത്തി. എന്നിട്ട് റൂമിൽ പോയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ചന്ദനത്തിരികളുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന ഇൻസെൻസ് വില്ലേജിലേക്കാണ്. ബാക്കി കാഴ്ചകൾ പോയിട്ടാണ്. ഹനോയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയാണ് ഈ ഇൻസെൻസ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് പോകുന്തോറും ഒരു ഉൾഗ്രാമം പോലെ തന്നെയാണ്. ഫുൾ കൃഷിയും കാര്യങ്ങളും, നെൽകൃഷിയായാലും താറാവ് കൃഷി, വാഴക്കൃഷി, അങ്ങനത്തെ കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണ് അവിടെയുള്ളവർ എല്ലാവരും. 100-ലധികം വർഷങ്ങളായിട്ട് ചന്ദനത്തിരി നിർമ്മിച്ചു വരുന്ന ഒരു ഗ്രാമമാണിത്. അവിടെ എത്തിയാൽ നമ്മുടെ കണ്ണിലേക്ക് ആദ്യം വരുന്ന നിറമാണ് ചുവപ്പ്. ഈ ചന്ദനത്തിരികൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും, അതായത് ഒരു ചന്ദനത്തിരിയുടെ പുറകിലുള്ള എല്ലാ പ്രക്രിയകളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഫുള്ള് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടും കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അവിടെ ഇതിനായിട്ട് ഗൈഡുകളുണ്ട്. ആദ്യം മുള ശരിയായ രീതിയിൽ മുറിച്ചെടുക്കുന്നു. ശേഷം മുളക്കമ്പുകൾക്ക് മനോഹരമായ ചുവപ്പ് നിറം നൽകുകയും അതിനുശേഷം അവയെ വെയിലത്ത് വെച്ച് ഉണക്കുകയും ചെയ്യുന്നു. പിന്നീട് സുഗന്ധമുള്ള മിശ്രിതം തയ്യാറാക്കിയിട്ട് ഈ ചന്ദനത്തിരിയിൽ ചേർക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടവും പൂർത്തിയാകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചന്ദനത്തിരി വളരെ മനോഹരമായിട്ട് മാറുന്നത്. ഇത് ഒരു ഗ്രാമം അവരുടെ പരമ്പരാഗത തൊഴിൽ എന്നതിലുപരി വിയറ്റ്നാമിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരിടം കൂടിയാണ്. ഇതാണ് ടൂറിസ്റ്റുകാരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ആദ്യം കാണുന്ന സമയത്ത് പല നിറത്തിലുള്ള പൂക്കൾ നല്ല ഒരുക്കി വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ചന്ദനത്തിരി സ്റ്റിക്കുകളാണെന്നുള്ളത്. പല നിറങ്ങളിലായിട്ട് വളരെ ഭംഗിയിൽ അവരത് ഒരുക്കി വെച്ചിട്ടുണ്ട്, പല ഡിസൈനുകളായിട്ട്. ഇത് ഇവിടുത്തെ ഫോട്ടോഗ്രാഫിയെ മെയിനായിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. പല രൂപങ്ങളിലും ഡിസൈൻ ഒരുക്കിയിട്ട് അതിൻ്റെ നടുവിലൊരു സ്റ്റൂളും വെച്ചിട്ട് ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് ആക്കി മാറ്റുന്നു. ഹനോയ് യാത്രയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഇൻസെൻസ് വില്ലേജ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ചന്ദനത്തിരി സ്റ്റിക്കുകൾക്കിടയിലൂടെ നടന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ആ കളർഫുൾ ആയിട്ടുള്ള ചന്ദനത്തിരി സ്റ്റിക്കുകൾ കണ്ടാൽ തന്നെ അവിടെ നോക്കി നിന്നു. ചന്ദനത്തിരി സ്റ്റിക്കുകൾ ഓരോ കെട്ടുകളാക്കിയിട്ട് അതിന് ഓരോ കളർ കൊടുത്തിട്ട് ഉണക്കാൻ വെക്കുന്നതാണ് ഈ കാണുന്നത്. ഏകദേശം ഇൻസെൻസ് വില്ലേജിൽ നിന്ന് മടങ്ങുമ്പോഴത്തേക്ക് ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബട്ടർ നാനും പനീർ കറിയൊക്കെ വാങ്ങി ഫുഡ് കഴിച്ചിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ജസ്റ്റ് ഹനോയ് ടൗണിൽ നിന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ കോൾഡ് കോഫിയും കാര്യങ്ങളാണല്ലോ പ്രസിദ്ധമായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു കോൾഡ് കോഫിയും വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോയി. റൂമിൽ പോയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത ശേഷമാണ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഇതാണ് സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ. ഹനോയുടെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ ഓൾഡ് ഗാർഡറിൻ്റെ അടുത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പഴയ യൂറോപ്യൻ ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ ഭംഗി ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പള്ളിയുടെ രൂപകൽപ്പന. ഉയർന്നു നിൽക്കുന്ന 2 മണിമാളികകളും കല്ലുകൊണ്ടുള്ള പുറംഭാഗവും മനോഹരമായ വലിയ ജനാലകളും ഈ പള്ളിക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. 1886-ലാണ് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായത്. ഹനോയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പള്ളിയാണിത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ പോയിട്ടിരിക്കാൻ നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകൾ ഇവിടെയുണ്ട്. എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനു ചുറ്റും കുറേ കഫേസും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ചെറുകിട വ്യവസായികളും ഉണ്ട്. പിന്നെ ഹനോയ് സിറ്റി ടൂറിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഡബിൾ ഡെക്കർ ബസ്സിൽ ഫുള്ള് ചുറ്റും കാണിക്കുന്നതാണ് ഈ സിറ്റി ടൂർ എന്ന് പറയുന്നത്. ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്തുമ്പോഴും അവർ കുറച്ച് സമയം അവിടെ സ്ലോ ആക്കി നിർത്തിയിട്ട് നമുക്ക് കാണാനുള്ള സമയം അനുവദിച്ചു തരും.